നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. സാറേ, ഒരു സ്ത്രീ കിണറ്റിൽ വീണ് കിടക്കുന്നു. അഗ്നിരക്ഷാസേന ഓഫീസിലേക്ക് എത്തിപ്പോയ ഈ ഫോൺ വിളിക്ക് പിന്നാലെ നഷ്ടമായത് 3 ജീവനുകളാണ്. കേരളമാകെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഇപ്പോഴിതാ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാറിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഒരു നാടിനെ ഒന്നാകെ തളർത്തിയിരിക്കുകയാണ്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയും തൂണുമൊക്കെ ഇടിഞ്ഞു വീണാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ സോണി മരണപ്പെട്ടത്. മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചതിൽ തുടങ്ങിയ വഴക്കാണ് ഒടുവിലൊരു പാവപ്പെട്ട അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനടക്കം 3 പേരുടെ മരണത്തിന് പോലും കാരണമായത്. മഴയത്ത് കൊട്ടാരക്കര പുലമൺ തോട്ടിൽ നിന്ന് വീടുകളിലേക്ക് കയറിയ വെള്ളം ഒഴുക്കിവിട്ടതിന് പിന്നാലെ അർദ്ധരാത്രി സഹപ്രവർത്തകരുമായി മടങ്ങവെ എത്തിയ ഫോൺ കോൾ മരണത്തിലേക്കുള്ള വിളിയാകുമെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചു കാണില്ല. കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കിണറിന്റെ ആൾമറയും തൂണുകളുമൊക്കെ സോണിയുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുന്നത്. സഹപ്രവർത്തകൻ ആശുപത്രിയിൽ മരിച്ചുവെന്നറിഞ്ഞിട്ടും വേദന ഉള്ളിലൊതുക്കി ജീവനുകൾ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സഹപ്രവർത്തകൻ. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി സോണി എസ് കുമാറിന് സംഭവിച്ചത്. സോണിക്കൊപ്പം തന്നെ നെടുവത്തൂർ സ്വദേശിയായ 33-കാരി അർച്ചനയും അർച്ചനയുടെ കാമുകൻ കൊടുങ്ങല്ലൂർ അഴീക്കോട് മാങ്ങാമ്പറമ്പിൽ 23-കാരനായ ശിവകൃഷ്ണയും മരണപ്പെടുകയായിരുന്നു. കിണറ്റിലേക്ക് ഇറങ്ങിയ സോണി മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്ന അർച്ചനയെ വലയിലാക്കി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിധിയുടെ രൂപത്തിൽ ആൾമറയുടെ ഭാഗവും തൂണുകളുമൊക്കെ തകർന്ന് താഴേക്ക് പതിക്കുന്നത്. ഒരു കൈകൊണ്ട് തൂണിൽ പിടിച്ച് കിണറിനുള്ളിലേക്ക് ടോർച്ച് തെളിയിക്കായിരുന്ന ശിവകൃഷ്ണയാണ് ഇവരുടെ മേലേക്ക് പതിച്ചത്. ശിവകൃഷ്ണയുമായുള്ള തർക്കത്തെ തുടർന്നാണ് അർച്ചന കിണറ്റിലേക്ക് ചാടിയതെന്നാണ് നാട്ടുകാരും പറയുന്നത്. യുവതി കിണറ്റിൽ വീണ് കിടക്കുന്നു എന്ന് വിളിയെത്തിയപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അഗ്നിരക്ഷാ സംഘം പുറപ്പെടുകയായിരുന്നു. ചെറിയൊരു കുന്നിന് മുകളിലേക്ക് 200 മീറ്ററോളം ദൂരം ഭാരമേറിയ രക്ഷാ ഉപകരണങ്ങളുമായി അർദ്ധരാത്രിയോടെയാണ് സംഘം എത്തുന്നത്. 80 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് യുവതിയുടെ നിലവിളി കേൾക്കുകയായിരുന്നു. സാഹസിക പ്രവർത്തനങ്ങൾക്ക് ഒട്ടും മടിയില്ലാത്ത സോണിയാകട്ടെ കിണറ്റിലേക്ക് ഇറങ്ങാൻ മുൻകൈയുമെടുത്തു. സൺഡേ സ്ക്വാഡിൽ അംഗമായിരുന്ന സോണിക്കും സംഘത്തിനും എത്തിയ 4ാമത്തെ ഫോൺ കോളായിരുന്നു മരണത്തിലേക്ക് നയിച്ചത്. കിണറ്റിലൊരു യുവതി വീണുവെന്നും വേഗം എത്തണമെന്നുമായിരുന്നു വിളി. ആദ്യത്തെ രക്ഷാപ്രവർത്തനം ആയൂരിലെ തീപിടുത്തമായിരുന്നു. വൈകിട്ട് 5:54 ആയൂരിലേക്ക് പോയി തീകെടുത്ത് രാത്രി 8:50 തിരികെ എത്തി. 10:15 2ാമത്തെ വിളി. MC റോഡിൽ കരിക്കകത്ത് മരം വീണ് ബൈക്ക് അടിയിൽപ്പെട്ടു. സഹപ്രവർത്തകരെ ജയകൃഷ്ണനും സുഹേലിനുമൊപ്പം മരം മുറിച്ച് നീക്കി ഗതാഗതം സുഗമമാക്കി. ഇഞ്ചിക്കാട് വള്ളം കയറുന്നതിനിടെ തടഞ്ഞ് അവിടെ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് യുവതി കിണറ്റിൽ വീണ ഫോൺ കോളും എത്തിയത്.